ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ ഗംഗേശ് ആനന്ദിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. പെൺകുട്ടിയെ നുണപരിശോധനയ്ക്കും ബ്രെയിൻ മാപ്പിംഗിനും വിധേയമാക്കും. പോലീസിന്റെ ആവശ്യം തിരുവനന്തപുരം പോക്സോ കോടതി അംഗീകരിച്ചു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ഗംഗേശ് ആനന്ദിയുടെ ജാമ്യം നിഷേധിക്കുന്നതിനൊപ്പം തന്നെ പെൺകുട്ടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും പോക്സോ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, കോടതിയുടെ നിരീക്ഷണവും ഈ വിഷയത്തിൽ? സോമി, ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ചുള്ള വാദം കോടതിയിൽ കാര്യമായി നടന്നിട്ടില്ല. ഇന്നലെയാണ് ഇതിന്റെ പൂർണ്ണമായ വാദം നടന്നിട്ടുള്ളത്. രാവിലെ കോടതിയിൽ ഹാജരായപ്പോൾ തന്നെ പ്രതിഭാഗം ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കാര്യമായ പ്രസിംഗ് നടത്തിയിട്ടില്ല. ഇന്നലെ നടന്ന വാദത്തിന്റെ ഭാഗമായി തന്നെ അവർ പറഞ്ഞിരുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം ജാമ്യം അനുവദിച്ചാൽ മതിയാവും. ഇപ്പോൾ ഗംഗേശ് ആനന്ദയുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു വലിയ വാദത്തിലേക്ക് പോവേണ്ടതില്ല, അല്ലെങ്കിൽ ജാമ്യത്തിലേക്ക് വേണം എന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇന്നലെ തന്നെ പ്രതിഭാഗം പറഞ്ഞിരുന്നു. ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായി ഗംഗേശ് ആനന്ദയുടെ ജാമ്യത്തെ എതിർത്തിരുന്നു. പ്രത്യേകിച്ച് പ്രതി വളരെ ഉന്നതമായ സ്വാധീനങ്ങളുള്ള വ്യക്തിയാണ്. നിലവിൽ തന്നെ പെൺകുട്ടിയെയും കുടുംബത്തെയും സ്വാധീനിക്കാനുള്ള ചില നീക്കങ്ങൾ ഇവരുടെ പ്രതിയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിയുടെ അടുത്ത വൃത്തങ്ങൾ തന്നെ ഇതിനായുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നാണ് പോലീസിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചത്. ഈ വാദം കോടതി അംഗീകരിച്ചു. നിലവിൽ ഗംഗേശ് ആനന്ദയുടെ ജാമ്യം പോക്സോ കോടതി തള്ളിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഇന്നലെ മുൻപോട്ട് വെച്ച വളരെ സുപ്രധാനമായ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ബ്രെയിൻ മാപ്പിങ്ങും പോളിഗ്രാഫും എന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടിയെ അടിക്കടി മൊഴിമാറ്റുന്ന പശ്ചാത്തലത്തിൽ പെൺകുട്ടിയെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി നിലവിൽ അംഗീകരിച്ചു, തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ബ്രെയിൻ മാപ്പിങ്ങും പോളിഗ്രാഫിനും വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന സുപ്രീം കോടതിയുടെ വിധി ഉള്ളതിനാൽ ഈ കാര്യത്തിൽ നേരിട്ട് ഹാജരായി പെൺകുട്ടി നിലപാടറിയിക്കാൻ കോടതി പെൺകുട്ടിക്ക് നോട്ടീസ് നൽകി. പെൺകുട്ടിയുടെ അഭിഭാഷകയ്ക്ക് നോട്ടീസ് നൽകി. വരുന്ന 26-ാം തീയതി, ജൂൺ മാസം 26-ാം തീയതി പെൺകുട്ടി നേരിട്ട് കോടതിയിൽ ഹാജരായി ഇക്കാര്യത്തിന്മേലുള്ള നിലപാട് വിശദീകരിക്കണമെന്നാണ് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. തത്വത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന വാദം പോലീസിന് വളരെ ഗുണകരമായി. പ്രത്യേകിച്ച് പ്രതിക്ക് ജാമ്യം ലഭിക്കാത്ത പശ്ചാത്തലത്തിലും പോലീസ് മുൻപോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തെ കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് നടന്ന വാദം, രണ്ട് വാദങ്ങളിലും പ്രതിഭാഗം തോറ്റിരിക്കുകയാണ് എന്ന് നമുക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. സോമി, ജീവൻ, അതേസമയം തന്നെ 26-ാം തീയതി പെൺകുട്ടി നേരിട്ട് കോടതിയിലെത്തി നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി പെൺകുട്ടിയുടെ നിലപാട് പോളിഗ്രാഫ് ടെസ്റ്റിന് സമ്മതമല്ല എന്ന് അറിയിക്കുകയാണെങ്കിൽ ആ ഒരു സാധ്യത പാടെ അടയുകയല്ലേ? തീർച്ചയായും ഈ കാര്യത്തിൽ പെൺകുട്ടി നുണപരിശോധനയ്ക്ക് തയ്യാറല്ല എന്ന് പെൺകുട്ടി അറിയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അത് പെൺകുട്ടിയെ ഒരു സംശയ നിഴലിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും. അത് സ്വാഭാവികമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി പെൺകുട്ടി ഈ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നത് 26-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ അതിനു മുൻപായി തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏറെ ദുരൂഹതകളുള്ള ഒരു കേസാണിത്. പ്രത്യേകിച്ച് പ്രതിഭാഗമോ വാദിഭാഗമോ കാര്യങ്ങൾ വിട്ട് പറയാൻ തയ്യാറാവാത്ത പശ്ചാത്തലത്തിൽ എന്താണ് കൃത്യമായി നടന്നത് എന്ന ആശങ്ക പൊതുസമൂഹത്തിനുണ്ട്. എന്നാൽ വളരെ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ പെൺകുട്ടി തന്നെയാണ് ഈ സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചത്. അത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെയാണ് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ പോലീസിന്റെ കണ്ടെത്തലിനെതിരെ പെൺകുട്ടി ഇന്ന് നൽകിയിരുന്ന പ്രധാനപ്പെട്ട 2 ആക്ഷേപങ്ങൾ കോടതി പരിഗണിച്ചില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് മറ്റേതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കണമെന്നതായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം. ആ ആവശ്യത്തോട് കോടതി പ്രതികരിച്ചില്ല എന്നതാണ് നമുക്ക് ആദ്യം ലഭിക്കുന്ന സൂചനകൾ. അല്പസമയത്തിനകം ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോമി, ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ ഗംഗേശ് ആനന്ദിയുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പോക്സോ കോടതി തള്ളി. അതേസമയം തന്നെ പെൺകുട്ടിയെ നുണപരിശോധനയ്ക്കും ബ്രെയിൻ മാപ്പിംഗിനും വിധേയമാക്കാമെന്നും നിർദ്ദേശം വന്നിരിക്കുന്നു. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. കോഴിക്കോട് സ്വദേശി ഷഫീൽ മാഹിന് 1ാം റാങ്ക്. ആദ്യ 10 റാങ്കുകൾ ആൺകുട്ടികൾക്ക്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിവരങ്ങൾ. സോമി, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ 72,440 വിദ്യാർത്ഥികളിൽ 61,716 വിദ്യാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. ഇതിൽ 1ാം റാങ്ക് നേടിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഷഫീൽ മാഹിനാണ്. 2ാം റാങ്ക് കോട്ടയം സ്വദേശിയായിട്ടുള്ള വേദാന്ത് പ്രകാശ്. 2, 3, 4 റാങ്കുകൾ, ഈ 3 റാങ്കുകളും കോട്ടയം ജില്ലയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 3ാം റാങ്ക് അഭിലാഷ്, 4ാം റാങ്ക് ആനന്ദ് ജോർജ്,
അഞ്ചാമത് റാങ്ക് നേടിയിരിക്കുന്നത് നന്ദഗോപനാണ്. നന്ദഗോപൻ കോഴിക്കോട് സ്വദേശിയാണ്. ജില്ലകളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ല തന്നെയാണ് കൂടുതൽ റാങ്കും കരസ്ഥമാക്കിയിരിക്കുന്നത്. 20 റാങ്കും കോഴിക്കോട് ജില്ല 14 റാങ്കും കരസ്ഥമാക്കിയിരിക്കുന്നു. ഇതിൽ ആദ്യ 5000 റാങ്കുകൾ പരിശോധിക്കുമ്പോൾ 2535 വിദ്യാർത്ഥികളും സംസ്ഥാന സിലബസിൽ നിന്ന് പഠിച്ച റാങ്ക് പട്ടികയിൽ ഇടം നേടിയ വിദ്യാർത്ഥികളാണ്. ഇതിൽ 2280 വിദ്യാർത്ഥികൾ CBSE സിലബസിൽ പഠിച്ചവരും 140 വിദ്യാർത്ഥികളാണ് ICSE സിലബസിലും പഠിച്ചവർ. ഒപ്പം തന്നെ SC വിഭാഗത്തിൽ ഇന്ദ്രജിത് സി ആണ് 1ാം റാങ്ക് നേടിയിരിക്കുന്നത്. 2ാം റാങ്ക് അശ്വിന്. ST വിഭാഗത്തിൽ ജിബിൻ ജോർജ് 1ാം റാങ്ക് നേടിയപ്പോൾ അശ്വിൻ 2ാം റാങ്ക് കരസ്ഥമാക്കി. ഫാർമസിയുടെ റാങ്ക് പട്ടിക പരിശോധിക്കുമ്പോൾ ആലിഫ് അൻസിലാണ് 1ാം റാങ്ക് നേടിയിരിക്കുന്നത്. ആലിഫ് മലപ്പുറം സ്വദേശിയാണ്. എഞ്ചിനീയറിംഗിന്റെ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ സർക്കാർ വ്യക്തമാക്കിയ കാര്യം ജൂൺ 30 തന്നെ ആദ്യ അലോട്ട്മെന്റ് സുപ്രീം കോടതി വിധി പ്രകാരമുള്ള ആദ്യ അലോട്ട്മെന്റ് നടക്കുന്നതായിരിക്കും. അതിനുള്ള നടപടികളുമായാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ മുന്നോട്ട് പോകുന്നതെന്നും ഫലം പ്രഖ്യാപനം നടത്തിയ വിദ്യാഭ്യാസ സെക്രട്ടറി ഉഷ ടൈറ്റസ് വ്യക്തമാക്കി. സോമി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.